സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റിൽ വിജയിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി കണ്ണൂർ കോർപ്പറേഷനിൽ വരവറിയിച്ചത്. ആദികടലായി ഡിവിഷനിലാണ് റിജിൽ ജയിച്ചത്. ഇടതുപക്ഷം കഴിഞ്ഞ 2 തവണയും വിജയിച്ച ഡിവിഷനിലാണ് സിപിഎമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് റിജിൽ ഇത്തവണ വിജയിച്ചത്. റിജിൽ മാക്കുറ്റിക്കെതിരെ സിപിഎമ്മും ബിജെപിയും ശക്തമായ പ്രചാരണവുമായി രംഗത്തുണ്ടായിരുന്നു. ഇതിനെയൊക്കെ മറികടന്നാണ് മികച്ച വിജയം കൈവരിച്ചത്. റിജിൽ മാക്കുറ്റി 1404 വോട്ടും സിപിഐയിലെ MK ഷാജി 691 വോട്ടുമാണ് നേടിയത്. എന്തായാലും തന്നെ വിജയിപ്പിച്ച ജനങ്ങളോടുള്ള കൂറ് ഇപ്പോൾ പ്രകടമാക്കുകയാണ് റിജിൽ ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധിയായാണ് താനെന്ന് ശക്തമായി തന്നെ തെളിയിക്കുന്നുണ്ട് ആ നേതാവ്. അതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ആദികടലായി ഡിവിഷനിൽ നടന്നിരുന്നു. കുടിവെള്ളത്തിനു വേണ്ടി കേഴുന്ന സാധാരണക്കാർക്ക് മുന്നിൽ വാതിലടയ്ക്കുന്ന അധികാരികളെ പാഠം പഠിപ്പിക്കുകയാണ് റിജിൽ ചെയ്യുന്നത്. ഓഫീസ് വാതിൽ ചവിട്ടി തുറന്നെത്തിയ റിജിൽ മാക്കുറ്റി തന്റെ ഡിവിഷനിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് ആരും പുറത്തു പോകില്ലെന്ന മുന്നറിയിപ്പും അധികാരികൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. മണിക്കൂറുകൾ കാത്തുനിന്നാലും ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാത്ത അവസ്ഥയിലാണ് റിജിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. നിരവധി വർഷങ്ങളായി ഈ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. നിലവിലുണ്ടായിരുന്ന ജനപ്രതിനിധികൾ ആരും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. വർഷങ്ങളായി ഇടതുപക്ഷം വിജയിക്കുന്ന ഡിവിഷനാണ് അത്. എന്നിട്ടും കുടിവെള്ളം എത്തിച്ചു നൽകാൻ മുൻ ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല. പലവട്ടം നിവേദനം നൽകിയിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കാതെ വന്നതോടെയാണ് റിജിൽ മാക്കുറ്റി നേരിട്ട് തന്നെ ഇടപെട്ടത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കുടിവെള്ളം ലഭ്യമാവാത്തതിനെക്കുറിച്ച് വോട്ടർമാർ റിജിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വിജയിക്കുകയാണെങ്കിൽ പരിഹാരം കാണാമെന്ന് അന്ന് റിജിൽ വോട്ടർമാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെടുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെടുത്താൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ പലവട്ടം റിജിൽ ഫോണിൽ വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. ഫോൺ എടുക്കാൻ പോലും അസിസ്റ്റന്റ് എഞ്ചിനീയർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് റിജിൽ നേരിട്ട് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥയെ തടഞ്ഞുവെച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി കടലായി നടയിൽ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകുന്ന സമയത്തും സഹായം തേടി റിജിൽ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ കൗൺസിലറുടെ നിയന്ത്രണം നഷ്ടമായി. പിന്നാലെ സർക്കാർ ഓഫീസിലേക്ക് പാഞ്ഞു വന്ന റിജിൽ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി. ബാക്കി സംഭവിച്ചത് വീഡിയോയിൽ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. ഇന്നലെ നിങ്ങളെ രാത്രി ഞാൻ വിളിച്ചത് നിങ്ങളെ ഒരു വിഷയത്തിനകത്ത് ഞാൻ കൗൺസിലർ വിളിച്ച് ഒരു ആഴ്ച മുമ്പേ പാർട്ടികൾ വന്ന് നോക്കിയാ എന്റെ ഡിവിഷനിൽ ഇത്രയാൾക്ക് വെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട്, നിങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് എന്നെ പൈറ്റ് ചെയ്യും. നിങ്ങൾ വേറെ സൈറ്റിൽ പോയി ഇത്ര ദിവസം നിങ്ങൾ ഇന്നലെ രാത്രി പൈപ്പ് പൊട്ടി നിങ്ങൾ വിളിച്ചല്ലോ, നിങ്ങൾ ഫോൺ എടുക്കാം. നിങ്ങൾ ഈ ഫോൺ എഴുതുന്നില്ല, നമ്മളെ പറ്റാൻ വിളിക്കുമ്പോൾ എടുക്കാനാണ്, ജനങ്ങളെ പ്രശ്നം പറയാനാണ്. നിങ്ങൾ എടുത്താ നിങ്ങൾ ഏത് ഫോൺ എടുക്കില്ല, നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. നിങ്ങൾ സർക്കാരിന് ശമ്പളം പറ്റുന്നതാണല്ലേ. ഈ വാട്ടർ അതോറിറ്റിന്റെ അകത്ത് വെള്ളം കിട്ടാണ്ടെടുക്കുമ്പോൾ ആർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല, പൈസ എടുക്കാൻ നിങ്ങൾ കട്ട് ചെയ്തില്ലേ? ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? നമ്മൾ ആരോട് പറയണം? കൗൺസിലർ എന്ന നിലയിൽ ആര് പറയുമ്പോ ആരോട് പറയണം? വെള്ളം കിട്ടാണ്ടെടുക്കുമ്പോ ഇന്നലെ രാത്രി പൈപ്പ് പൊട്ടി നിങ്ങൾ 10 തവണ ഞാൻ വിളിച്ചു, നിങ്ങൾ ഫോൺ എടുത്തില്ല. നിങ്ങൾ ഫോൺ എന്നിട്ട് നിങ്ങൾ വാട്സപ്പ് ഇട്ട് നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ സർക്കാർ നിങ്ങൾ ചെയ്യാണ്ട് നിങ്ങൾ വിളിക്കുന്നത്, അല്ലാണ്ട് വെറുതെ വിളിക്കുന്നില്ലല്ലോ. 2-3 വർഷമായി ആ കടലായിലാക്ക് വെള്ളം കിട്ടാത്തത്. ഉറ്റിയുടെ വെള്ളം വരുന്നത് അവർ കുടിക്കണ്ടേ? വെള്ളം കുടിക്കണ്ടേ? കംപ്ലൈന്റ് ചെയ്തില്ലേ? കംപ്ലൈന്റ് നിങ്ങൾ അന്ന് ലേറ്റ് ആയി, എന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ച് നിങ്ങൾ ഈ ദിവസമായിട്ട് നിങ്ങൾ വന്ന അവിടെ വന്നില്ലല്ലോ. ആരാ വരണ്ടേ? നമ്മൾ ആരോടാ പറയണ്ടേ? എന്റെ മാഡം, ഞാൻ ചോദിക്കുന്നത് വാട്ടർ അതോറിറ്റി 3-4 വർഷമായി ആദ്യത്തെ ആളുകൾക്ക് വെള്ളം കിട്ടാത്തത്. നിങ്ങളിപ്പോ വന്നായിരിക്കും, നിരന്തരമായിട്ട് അവര് പറയുന്നുണ്ട്. നിലവിലുള്ള ആളോട് പറഞ്ഞ് മൈൻഡ് ചെയ്തിട്ടില്ല. ഞാനവിടെ കൗൺസിലറായി മത്സരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞതാണ് ഈ പരിഹാരം ഉണ്ടാകും. എന്നിട്ട് ഞങ്ങളെ വിളിക്കുന്നത് അവരിപ്പോൾ വെള്ളം കിട്ടാതെ എന്നെ വിളിച്ചു. ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ വിളിച്ചു, 2 തവണ വിളിച്ചു. എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ സൈറ്റിലുള്ളത് വരാന്ന് പറഞ്ഞു. ലേറ്റ് ആയി, പിന്നെ വരാൻ വേണ്ടി പിന്നെ നിങ്ങൾ വിളിച്ചു പോകണം. ഇന്നലെ രാത്രിയുടെ വെള്ളം പൊട്ടിയിട്ട് പൈപ്പ് പൊട്ടിയിട്ട് നിങ്ങളെ വിളിച്ചിട്ട് എത്ര സമയം ഞാൻ വിളിച്ചു.